ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സിയുടെ എറണാകുളം ജില്ലയിൽ നിന്ന് കെ എസ് ആർ ടി സി വിവിധ ഡിപ്പോകളിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്ന ടൂർ സർവീസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിലെ ഏതൊക്കെ ഡിപ്പോകളിൽ നിന്നാണ് ഏതൊക്കെ സ്ഥലത്തേക്കാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ അങ്കമാലി ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഒക്ടോബർ 2-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്, 50 സീറ്റ്സ് ആണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ജില്ലാ കോർഡിനേറ്ററുടെ നമ്പറാണ്. അപ്പോൾ അദ്ദേഹം അറിയാവുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ട് ഈ പാക്കേജ് ആയിട്ട് ബന്ധമുള്ള കൺസേൺഡ് ആയിട്ടുള്ള ആളെ കണക്ട് ചെയ്ത് തരികയോ ചെയ്യും. അപ്പം ഒക്ടോബർ 2-ാം തീയതിയാണ് പഞ്ചപാണ്ഡവ പാക്കേജ്. ഒക്ടോബർ 2-ാം തീയതി തന്നെ ഒരു മാമലക്കണ്ടം മൂന്നാർ പാക്കേജ് ഉണ്ട്. പിന്നെ ഒരു പഞ്ചപാണ്ഡവ പാക്കേജ് ഒക്ടോബർ 2-ാം തീയതി കോതമംഗലം ഡിപ്പോയിൽ നിന്നുണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ഒരു മാമലക്കണ്ടം മൂന്നാറും ഒക്ടോബർ 2-ാം തീയതി ഉണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഒക്ടോബർ 2-ാം തീയതിയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ഒരു ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 2-നുണ്ട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ഒരു ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 2-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന ട്രിപ്പ് ഒക്ടോബർ 2-ാം തീയതിയാണ്. പിറവൻ ഡിപ്പോയിൽ നിന്ന് ഒരു കാന്തല്ലൂർ പാക്കേജ് ഒക്ടോബർ 2-നുണ്ട്. ആലുവ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ ഒക്ടോബർ 5-ാം തീയതി. എറണാകുളം ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ ഒക്ടോബർ 5-ന്. കോതമംഗലത്ത് നിന്ന് കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് രാമക്കൽമേട് പാക്കേജ് ഒക്ടോബർ 5-ന്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം മൂന്നാർ പാക്കേജ് ഒക്ടോബർ 5-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. കോതമംഗലത്ത് നിന്ന് തന്നെ ഒരു മലക്കപ്പാറ ഒക്ടോബർ 5-നുണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ഒരു മലക്കപ്പാറ പാക്കേജ് ഒക്ടോബർ 5-ാം തീയതി ഉണ്ട്. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 6-നാണ്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 6-ാം തീയതി ഉണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ട്രിവാൻഡ്രം പാക്കേജ് ഒക്ടോബർ 6-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം മൂന്നാർ പാക്കേജ് ഒക്ടോബർ 6-നാണ്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് വട്ടവട പാക്കേജ് ഒക്ടോബർ 6-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ഒരു മാമലക്കണ്ടം മൂന്നാർ ഒക്ടോബർ 6-നുണ്ട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 6-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഒക്ടോബർ 6-നാണ്. പിറവൻ ഡിപ്പോയിൽ നിന്ന് ഒരു സി എട്ടമുടി പാക്കേജ് ഒക്ടോബർ 6-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ഗവി പാക്കേജ് ഒക്ടോബർ 10-നാണ്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ഒരു ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 12-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് തന്നെ ഒരു മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 12-നുണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ഒരു നെഫർട്ടിറ്റി പാക്കേജ് ഒക്ടോബർ 12-നുണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 12-നാണ്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ഒരു കാന്തല്ലൂർ പാക്കേജ് ഒക്ടോബർ 12-നുണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ഒരു വട്ടവട പാക്കേജ് ഒക്ടോബർ 12-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് ഒരു മലക്കപ്പാറ പാക്കേജ് ഒക്ടോബർ 12-നുണ്ട്. പിറവൻ ഡിപ്പോയിൽ നിന്ന് വട്ടവട പാക്കേജ് ഒക്ടോബർ 12-നാണ്. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് ഒരു ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 13-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഒക്ടോബർ 13-നാണ്. എറണാകുളത്ത് നിന്ന് തന്നെ ഒരു രാമക്കൽമേട് പാക്കേജ് ഒക്ടോബർ 13-നുണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 13-നാണ്. കോതമംഗലത്ത് നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 13-നുണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 13-നാണ്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ ഒക്ടോബർ 13-ന്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് ഒരു ചതുരംഗപ്പാറ ഒക്ടോബർ 13-നുണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ ഒക്ടോബർ 19-ാം തീയതിയാണ്. കോതമംഗലത്ത് നിന്ന് സി എട്ടമുടി പാക്കേജ് ഒക്ടോബർ 19. കോതമംഗലത്ത് നിന്ന് മലക്കപ്പാറ ഒക്ടോബർ 19. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഒക്ടോബർ 19. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഒക്ടോബർ 20-നാണ്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ഒരു വാഗമൺ പാക്കേജ് ഒക്ടോബർ 20-നുണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് രാമക്കൽമേട് പാക്കേജ് ഒക്ടോബർ 20-നാണ്. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 20-നുണ്ട്. കോതമംഗലത്ത് നിന്ന് തന്നെ ഒരു വട്ടവട പാക്കേജ് ഒക്ടോബർ 20-ാം തീയതി ഉണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 20-നുണ്ട്. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ഒരു മലക്കപ്പാറ പാക്കേജ് ഒക്ടോബർ 20-ാം തീയതി ഉണ്ട്. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 20-നാണ്. പിറവൻ ഡിപ്പോയിൽ നിന്ന് ഒരു മാമലക്കണ്ടം പാക്കേജ് ഒക്ടോബർ 20-നുണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ഒരു മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 26-ാം തീയതിയാണ്. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം മൂന്നാർ ഒക്ടോബർ 26-ാം തീയതി ഉണ്ട്. കോതമംഗലത്ത് നിന്ന് ഒരു ചതുരംഗപ്പാറയും ഒക്ടോബർ 26-ാം തീയതി ഉണ്ട്. മൂവാറ്റുപുഴ വട്ടവട ഒക്ടോബർ 26-ാം തീയതിയാണ്. അങ്കമാലി ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 27-ാം തീയതി. എറണാകുളം കാന്തല്ലൂർ ഒക്ടോബർ 27. കൂത്താട്ടുകുളത്ത് നിന്ന് ഇല്ലിക്കൽ പാക്കേജ് ഒക്ടോബർ 27. കോതമംഗലം മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 27. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ഒരു ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 27. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ ഒക്ടോബർ 27. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് ഒരു ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 27-ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. പിറവൻ ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ ഒക്ടോബർ 27-നുണ്ട്.
കോതമംഗലം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഒക്ടോബർ 29-നുണ്ട്. കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ് ഒക്ടോബർ 29-നാണ്. കോതമംഗലം ഗവി ഒക്ടോബർ 29-നുണ്ട്. എറണാകുളം രാമക്കൽമേട് പാക്കേജ് ഒക്ടോബർ 31-നാണ്. എറണാകുളത്ത് നിന്ന് തന്നെ ഒരു മലക്കപ്പാറ പാക്കേജ് ഒക്ടോബർ 31-നുണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് ഒക്ടോബർ 31-ാം തീയതി ഉണ്ട്. പിറവൻ ഡിപ്പോയിൽ നിന്ന് ഒരു കാന്തല്ലൂർ പാക്കേജ് ഒക്ടോബർ 31-ാം തീയതി ഉണ്ട്. അപ്പോൾ ഇത്രയും പാക്കേജുകളാണ് നിലവിൽ KSRTC ഒക്ടോബർ മാസം എറണാകുളം ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രിപ്പുകൾ ചാർട്ട് ചെയ്യാൻ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇൻഫോർമേഷൻ കിട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതനുസരിച്ച് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.